ആരും വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. ഇന്ന് നമുക്ക് ഓയിൽ പേസ്റ്റൽസ് യൂസ് ചെയ്തിട്ട് കാണാൻ നല്ല അടിപൊളിയായിട്ടൊരു ഈവനിങ് സൺസെറ്റ് സീൻ വരച്ചെടുത്താൽ നമ്മൾ ഡ്രോയിങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ കമന്റ്സ് ആയിട്ട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞ് അത് ഒലിച്ച് കഴിയുമ്പോൾ പേപ്പർ ഫുൾ ആയിട്ട് കീറിപ്പോരില്ലേ എന്നുള്ളത്. അതിനൊരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സർഫസിൽ മാസ്കിംഗ് ടേപ്പ് ഒന്ന് ഒട്ടിച്ച് ഒലിച്ചിട്ട് അതിന്റെ ആ ഒരു പശ ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് കളഞ്ഞിട്ട് പേപ്പറിലേക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒലിക്കുന്ന സമയത്ത് പേപ്പർ കീറില്ല കേട്ടോ. ഈവനിങ് സീൻ ആയതുകൊണ്ട് തന്നെ ഒരു റെഡ്, ഓറഞ്ച്, യെല്ലോ ആ ഒരു തീമിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ കാണിച്ച ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് റെഡ് കളർ ഓയിൽ പേസ്റ്റൽസ് യൂസ് ചെയ്തിട്ട് ഇടയിൽ ഇങ്ങനെ ലൈൻസ് വരച്ചു. അത് കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടായിരുന്നു, ബ്ലെൻഡ് ആവുന്നുണ്ടായിരുന്നില്ല. എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ബ്ലാക്ക് കളർ പെയിന്റ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. ഇതിനിപ്പോൾ എന്താ പറയാന്നുള്ളത് എനിക്കിപ്പോൾ കിട്ടുന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ്സിൽ പറയട്ടോ. പിന്നെ നമ്മളുടെ ഗിവ് അവേയുടെ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. നമ്മളുടെ ചാനൽ ഒക്ടോബർ 10 മുൻപായിട്ട് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആവാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഗിവ് അവേ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വിന്നർ ആവാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇനി ആരും ഈ ഒരു ചാൻസ് മിസ്സാക്കണ്ട. നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പറയാൻ പറ്റില്ല, നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു വിന്നർ നിങ്ങളായാലും. പിന്നെ നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യാത്ത വേറൊരു ചെറിയ ഗിവ് അവേ ഉണ്ട്. അത് നമ്മൾ മുൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലെ വിന്നർ ആവണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ താഴെ ഏറ്റവും കൂടുതൽ കമന്റ് ഇട്ടാൽ മതി. അങ്ങനെ ഫൈനലി നമ്മളുടെ പെയിന്റിംഗ് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമന്റിൽ പറയാൻ മറക്കണ്ട കേട്ടോ.